Hi friends and welcome back to Nutties vlog. ഇന്ന് നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയാലോ? മുറുക്ക് റെസിപ്പീസ് പല രീതിയിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ ഞാനും കുറേ മുറുക്ക് റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്തിരുന്നു. അതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ട് തോന്നിയ ഒരു മുറുക്കിന്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി ഇതിന്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ മാവ് തയ്യാറാക്കുക അങ്ങനെയൊന്നുമില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുറുക്ക് റെസിപ്പി. അപ്പൊ കണ്ടാലോ? അതിനാദ്യമായിട്ട് നമ്മളൊരു വലിയ ലാർജ് ബൗൾ എടുക്കുന്നു. അപ്പൊ ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടി, ഇപ്പോൾ അരിനുറുക്കാണല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ 1 കപ്പ് അരിപ്പൊടി ഇടുന്നു. ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതേ അളവിൽ 1 കപ്പ് കടലമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പം 1 കപ്പ് അരിപ്പൊടി 1 കപ്പ് കടലമാവും. ചിലർ ഇതിൽ ഗോതമ്പ് പൊടിക്ക് ഇടാറുണ്ട്, നമ്മളത് ചേർക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂണ് ജീരകം, നല്ല ജീരകം, അതേപോലെ 1 ടീസ്പൂണ് കറുത്ത എള്ള് ഇടുന്നുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്. നമ്മൾ ഗോതമ്പ് പൊടിക്ക് ഇട്ടാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, എരിവിനനുസരിച്ച് നമുക്കത് കുറച്ച് കൂട്ടാം. പിന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി. മുളക് പൊടി കളറിന് മാത്രമാണ്, അധികം എരിവ് അതിലൊന്നും കിട്ടൂല. പിന്നെ ഇത്രയും ആവശ്യത്തിനുള്ള ഉപ്പും, ഇത്രയും സാധനത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്ന ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ചപ്പാത്തി മാവ് രൂപത്തിൽ കുഴച്ചെടുക്കണം. അപ്പൊ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്. നമ്മൾക്ക് ഇത് സേവനാഴിയിൽ ഇട്ടിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അധികം വെള്ളം ആവാതെ കുറച്ച് കട്ടിയിൽ തന്നെ എന്നാൽ സോഫ്റ്റ് ഡോ ആയിട്ടുള്ള രീതിയിൽ കുഴച്ചെടുക്കാം. വെള്ളം കൂടാതെ ശ്രദ്ധിക്കാം. അപ്പൊ കുഴച്ച് വന്നപ്പോ ഇതാ ചപ്പാത്തി മാവ് പോലെ നല്ല ഒരു ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് തൊട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ അധികം വെള്ളമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലാണ് കിട്ടിയത്. ഇനി നമുക്ക് സേവനാഴി എടുത്തിട്ട് അതിലിതാ ഈ സ്റ്റാർ രീതിയിലുള്ള അച്ചാണ് യൂസ് ചെയ്യാം. അപ്പം ഒറ്റ സ്റ്റാറുള്ള ഒരു അച്ചും കാണാം, 3 സ്റ്റാർ ഉള്ളതും കാണാം. നമ്മളിത് പൊട്ടുമുറുക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഏത് എടുത്താലും കുഴപ്പമില്ല അച്ച്. ഇനി നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം, അതേപോലെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, ഇത് എണ്ണ കുടിക്കുന്ന ഒരു റെസിപ്പി ഒന്നുമല്ല. ഇനി സേവനാഴിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ചൂടായ ഈ വെളിച്ചെണ്ണയിലേക്ക് മുറുക്ക് പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം നല്ല പത ബബിൾസ് വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് ആവുമ്പോഴേക്കും ഇതിന്റെ കളർ മാറും. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതാ കളർ മാറി, അതിലെ ആ ഒരു ബബിൾസ് നിൽക്കുന്നത് വരെയാണ് ഇത് വേവേണ്ടത്. അപ്പൊ ബബിൾസ് ഒക്കെ മാറി നമുക്ക് കാണാം നല്ലൊരു ബ്രൗൺ കളർ, ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നല്ല പൊട്ടുമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിയാണിത്, നല്ല ടേസ്റ്റിയാണ്. സോ നമുക്കിത് സെർവ് ചെയ്യാം. ഇത് വളരെ ക്രിസ്പി ആയിട്ട് തന്നെ, ഇതിപ്പോ നാളേക്ക് വെച്ചാലും നമ്മൾ സ്റ്റോർ ചെയ്താലും ഇത് ക്രിസ്പിനെസ് മാറാതെ തന്നെ കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ ക്രിസ്പിനെസ്സും ടേസ്റ്റിനും വ്യത്യാസം വരും. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഇതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് നമ്മള് കുറച്ച് ടെസ്റ്റിമോണിയൽസ് കണ്ടാലോ? അതായത് നമ്മളെ മുന്നേ ഇട്ട വീഡിയോസിന്റെ റെസിപ്പീസ് ഒക്കെ പലരും ചെയ്ത് നോക്കിയിട്ട് അയച്ചു തന്നിരുന്നു. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്കൊന്നും കാണാം. ഇത് ചെയ്തവർക്കും അയച്ചു തന്നവർക്കൊക്കെ ലെറ്റ് മീ താങ്ക് യു ഓൾ. ഇതുപോലെ വീണ്ടും അയച്ചു തരിക, നമ്മൾ അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ. ഓക്കെ, ഗുഡ് ബൈ.